നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ ധ്രുവീകരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കൊക്കെ ഗുണം ചെയ്യും, ആർക്കൊക്കെ ദോഷം ചെയ്യും? ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് വെള്ളാപ്പള്ളി ഉണ്ടാക്കിയ വർഗീയ ധ്രുവീകരണം UDF-നെതിരെ ആണ് എന്നുള്ളതാണ്. UDF-ന്റെ സാധ്യതകളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്നത്. അത്രേ മുസ്ലിം വിരുദ്ധ പ്രസ്താവന ചെന്ന് തറയ്ക്കുന്നത് മുസ്ലിം ലീഗിലേക്കാണെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. UDF-ന്റെ നട്ടല്ല എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ കോൺഗ്രസിനേക്കാൾ ശക്തി മുസ്ലിം ലീഗിന് തന്നെയാണ്. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിക്കണമെങ്കിൽ മുസ്ലിം ലീഗ് വിചാരിക്കണം. വടക്കൻ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ നിയമസഭാ സീറ്റുള്ളത്. അവിടെ കോൺഗ്രസും മുസ്ലിം ലീഗും ഒരേ മനസ്സോടെ നിന്നാൽ വലിയ തോതിൽ സീറ്റുകൾ തൂത്തുവാരാൻ കഴിയുമെന്ന് ഇടതുമുന്നണിക്കും CPM-നും വെള്ളാപ്പള്ളിക്കും ഒക്കെ അറിയാം. എന്നാൽ തെക്കൻ പ്രദേശങ്ങളിൽ അങ്ങനെയല്ല. തെക്കൻ പ്രദേശങ്ങളിൽ കോൺഗ്രസിനും BJP-ക്കും CPM-നും ഒരുപോലെ സ്വാധീനമുള്ള പ്രദേശങ്ങളാണ്. വടക്കൻ കേരളത്തിലെ സീറ്റുകൾ, കോൺഗ്രസിന് ലഭിക്കാവുന്ന സീറ്റുകൾ പരമാവധി കുറയ്ക്കുക, അവിടെ CPM-ന് കൂടുതൽ സീറ്റുകൾ നേടിക്കൊടുക്കുക. അതേസമയം തെക്കൻ പ്രദേശങ്ങളിൽ കോൺഗ്രസിൻ്റെ സീറ്റുകൾ BJP-യിലേക്ക് പോകുന്ന രീതിയിലുള്ള രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ കൊണ്ട് സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ ലക്ഷ്യമിടുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. വടക്കൻ പ്രദേശങ്ങളിൽ ഇടതുമുന്നണിക്കും CPM-നും സീറ്റുകൾ കുറഞ്ഞാൽ കേരളത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരും. കാരണം UDF 100 സീറ്റിൽ അധികാരത്തിൽ വന്ന 2001-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടക്കൻ കേരളത്തിൽ UDF വലിയ തേരോട്ടം നടത്തിയിരുന്നു. മുസ്ലിം വിഭാഗങ്ങൾക്ക് അപ്രമാദിത്യമുള്ള മണ്ഡലങ്ങളാണ് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഏറെക്കുറെ എല്ലാ മണ്ഡലങ്ങളും. അവിടെ ഒരു ധ്രുവീകരണം ഉണ്ടായാൽ മുസ്ലിം വോട്ടുകൾ UDF-ന് പോയാലും മറ്റ് ഹൈന്ദവ വോട്ടുകൾ CPM-ന് ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസമാണ് വെള്ളാപ്പള്ളിക്കും CPM-നും ഉള്ളതത്രേ. എന്നാൽ തെക്കൻ കേരളത്തിൽ, എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള മധ്യ തെക്കൻ കേരളത്തിൽ ഇപ്പോൾ BJP-ക്കും CPM-നും താഴെയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനമെന്നാണ് കരുതപ്പെടുന്നത്. കാരണം കോൺഗ്രസിൻ്റെ പല സീറ്റുകളും, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ നേമം, തിരുവനന്തപുരം, അരുവിക്കര തുടങ്ങിയ സീറ്റുകളിലെല്ലാം BJP-ക്ക് കനത്ത സ്വാധീനമുണ്ടെന്നും ആ സീറ്റുകൾ വേണമെങ്കിൽ അവർക്ക് പിടിച്ചെടുക്കാൻ കഴിയുമെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പേരൂർക്കട പോലുള്ള ഏരിയകളിലെല്ലാം വലിയ തോതിൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഉൾഭാഗത്ത് കോൺഗ്രസിൻ്റെ കയ്യിലിരുന്ന, ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ കയ്യിലിരുന്ന കുത്തക പ്രദേശങ്ങളിൽ BJP വലിയ സ്വാധീനം നേടിക്കഴിഞ്ഞു. കൊല്ലത്തെ ചാത്തന്നൂർ പോലുള്ള മണ്ഡലങ്ങളിൽ, ആലപ്പുഴയിലെ കായംകുളം പോലുള്ള മണ്ഡലങ്ങളിൽ ഇവിടെയെല്ലാം BJP വലിയ തോതിൽ സ്വാധീനം നേടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മധ്യ തെക്കൻ കേരളത്തിൽ വോട്ടുകൾ 3ആയി വിഭജിക്കപ്പെടും. എന്നാൽ ഉത്തര കേരളത്തിൽ വോട്ടുകൾ കൃത്യമായി 2ആയിട്ടാണ് വിഭജിക്കപ്പെടുന്നത്, UDF-നും LDF-നും ഇടയിൽ. ആ വിഭജനത്തിൽ LDF-ന് മുൻതൂക്കം കിട്ടിയാൽ അടുത്ത തവണ വീണ്ടും 3ആം തവണയും ഇടത് സർക്കാർ വരും. അത് മനസ്സിലാക്കിക്കൊണ്ട്, അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ പിണറായി വിജയന് വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ ശ്രമിക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഭൂരിപക്ഷ വർഗീയ ധ്രുവീകരണം ഉണ്ടായില്ല, അല്ലെങ്കിൽ ഭൂരിപക്ഷ വോട്ടുകൾ കോൺഗ്രസിന് ലഭിക്കാതെ, ഭൂരിപക്ഷ ഹൈന്ദവ വോട്ടുകൾ കോൺഗ്രസിന് ലഭിക്കാതെ CPM-നും BJP-ക്കും ഇടയിൽ പങ്കുവച്ചാൽ അവിടെ UDF-ന്റെ ചീട്ട് കീറുമെന്ന് സാക്ഷാൽ വെള്ളാപ്പള്ളിക്ക് നന്നായി അറിയാം. വെള്ളാപ്പള്ളിയുടെ തലയ്ക്ക് മുകളിലിരിക്കുന്ന പിണറായി വിജയന് നന്നായി അറിയാം. അതുകൊണ്ട് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം വിരുദ്ധ പ്രസ്താവന നടത്തുന്നത്. അതിന് മുസ്ലിം വിരുദ്ധ പ്രസ്താവനയല്ല, യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിനെതിരെയുള്ള പ്രസ്താവനയാണ് അദ്ദേഹം നടത്തുന്നത്. അത് കൃത്യമായി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഹൈന്ദവ വർഗീയ ധ്രുവീകരണം LDF-നും BJP-ക്കും ഗുണം ചെയ്യും, UDF-ന് അത് ഗുണം ചെയ്യില്ല എന്ന കണ്ടെത്തലിലാണ് അദ്ദേഹം ഈ പ്രസ്താവനകളൊക്കെ നടത്തുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വെള്ളാപ്പള്ളിയുടെ ഈ വർഗീയ ധ്രുവീകരണ പ്രസ്താവനകൾ കേരളീയ സമൂഹത്തിൽ ഇപ്പോൾ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി മാധ്യമങ്ങളടക്കം എല്ലാവരും ഇതിൻ്റെ പുറകെയാണ്. വെള്ളാപ്പള്ളി ഉദ്ദേശിച്ചത് അത് തന്നെയാണ്, CPM ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. കൃത്യമായ ഹൈന്ദവ വർഗീയ ധ്രുവീകരണം UDF-നെതിരെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെതിരെ ഉണ്ടാകുക. അങ്ങനെ വരുമ്പോൾ അത് UDF-ന്റെ കുഴി തോണ്ടും.